നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ, ഇപ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഫർസാനയുടെ കുടുംബത്തെ കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ അഫാന്റെ പിതാവിന് ഫർസാനയുടെ കുടുംബത്തെ കാണണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഫർസാനയെ പറ്റി തനിക്ക് അറിയാമായിരുന്നു, തന്നോട് എല്ലാം പറഞ്ഞിരുന്നു. ഷെമിയാണ് തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അഫാൻ ഫർസാനയുമായി അടുപ്പത്തിലാണ് എന്ന കാര്യം തന്നോട് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ താൻ പറഞ്ഞത്, കുഴപ്പമില്ല, ഈ വിവാഹപ്രായമൊക്കെ ആകട്ടെ, അഫാൻ ഒരു ജോലി കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് വിവാഹത്തിലേക്ക് കടക്കാം എന്നാണ് താൻ പറഞ്ഞത്. മറ്റു വിവരങ്ങളൊന്നും താൻ അന്വേഷിച്ചിരുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും മകൻ ചെയ്ത കൊടും ക്രൂരതയിൽ എരിയുന്ന രണ്ട് മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണണം, മകന് വേണ്ടി തനിക്ക് കാണണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഫർസാനയുടെ വീട്ടിൽ പോയി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഫർസാനയുടെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയെയും കാണണം എന്നൊരാഗ്രഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. മാത്രമല്ല, ഇപ്പോൾ അവർക്ക് സഹായം, അതായത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഷെമി കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നവരെയും അബ്ദുൾ റഹീം സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് തനിക്ക് സഹായഹസ്തവുമായി രണ്ട് സുഹൃത്തുക്കൾ കൂടെ നിൽക്കുന്നുണ്ടെന്നും അവര് ഈ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ അവർ ചെയ്തുവെന്നും അബ്ദുൾ റഹീം പ്രതികരിക്കുകയുണ്ടായി. മാത്രമല്ല, MLAയും വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ചികിത്സാ ചെലവ് ഇനിയുമുണ്ട്, ഒരു ജോലി കണ്ടെത്തണം, ജീവിക്കാൻ മാർഗമില്ല, പേരുമല വീട്ടിൽ പോകാൻ പറ്റില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, പെട്ടെന്ന് ഈ മരണ വാർത്തയൊക്കെ അറിഞ്ഞ് പെട്ടെന്ന് ഇങ്ങ് ഓടി വന്നതാണ്, ഒരു ജോലി കണ്ടെത്തണം, മുന്നോട്ട് ജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നും അബ്ദുൾ റഹീം വേദനയോടെ പറയുകയാണ്. മാത്രമല്ല, ലത്തീഫിന് 2 മക്കളുണ്ട്, അവർ അനാഥരായി, തൻ്റെ മകൻ കാരണം അവരും അനാഥരായി എന്നും അദ്ദേഹം വേദനയോടെ വ്യക്തമാക്കി. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകളൊക്കെ വളരെ നിർണായകമായി മാറിയിരുന്നു. ഒന്ന്, ലത്തീഫിൻ്റെ മക്കൾ അനാഥരായി, മാത്രമല്ല ഫർസാനയുടെ മാതാപിതാക്കൾ വളരെ വേദനയോടെ കടന്നു പോകുന്ന സാഹചര്യം. തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ അബ്ദുൾ റഹീമും അതേ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനിടയിലും ഫർസാനയുടെ കുടുംബത്തെ കാണണം എന്നൊരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം സുഹൃത്തായിരുന്ന ഫർസാനയോട് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ മൊഴി നൽകിയതാണ്. പണയം വയ്ക്കാൻ വാങ്ങിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യത്തിന് കാരണം. അഫാന്റെ സാമ്പത്തിക പ്രതിസന്ധി സഹായമായി ഫർസാന അവളുടെ സ്വർണ്ണമാല അഫാന് നൽകിയിരുന്നു. എന്നാൽ ഈ മാല വീട്ടുകാർ ചോദിച്ചു തുടങ്ങിയപ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ ഫർസാനയ്ക്ക് കഴിയാതെ വന്നു. ഇതോടെ ഫർസാന അഫാനുമേൽ സമ്മർദ്ദം ചെലുത്തി മാല തിരികെ കിട്ടാനായി. എന്നാൽ അഫാൻ ഇത് വളരെ വലിയൊരു പകയായി മാറുകയായിരുന്നു പിന്നീട് ചെയ്തത്. അതുകൊണ്ടാണ് ഫർസാനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. പണയം വെക്കാനായി വാങ്ങിയ മാല അഫാൻ തിരികെ എടുത്തു നൽകിയിരുന്നില്ല. മാല തിരികെ വേണമെന്ന് ഫർസാന നിർബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് പിതാവിൻ്റെ പേരിലുള്ള കാർ പണയപ്പെടുത്തിയാണ് ഫർസാനയുടെ മാല തിരികെ എടുത്തു കൊടുത്തത്. ഇത് കൊടും വൈരാഗ്യത്തിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ ആദ്യമൊക്കെ ഫർസാനയെ കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് അഫാൻ മറുപടി നൽകിയത്, എന്നെ കൂടാതെ അവൾക്ക് ജീവിക്കാനാവില്ല, അവളോടുള്ള സ്നേഹം കൊണ്ടാണ് താൻ അവളെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള മൊഴിയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലാണ് ഫർസാനയോട് കൊടും പക ആളിക്കത്തിയിരുന്നുവെന്ന് അഫാൻ വെളിപ്പെടുത്തിയത്. മാത്രമല്ല, അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം നിർണായകമായ പല വെളിപ്പെടുത്തലുകൾ നടത്തൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ഈ അഫാൻ അഫ്സാനെ വളരെ വലിയ സ്നേഹത്തോടെയാണ് കൊണ്ടു നടന്നത്. താൻ നാട്ടിലില്ലായിരുന്നു, ആ ഒരു കുറവൊന്നും വരുത്താതെ തൻ്റെ അനിയനെ വളരെ ശ്രദ്ധയോടെയാണ് അഫാൻ കൊണ്ടു നടന്നതും നോക്കിയത്, ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കിയിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹീം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതി അഫാൻ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ഇനി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ഫർസാനെയും അഫ്സാനെയും കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ മാത്രമേ മറ്റെന്തെങ്കിലും വൈരാഗ്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ അഫാന് പറയാനുണ്ടോ ഇരുവരെയും കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. കൊലപാതക ദിവസം ആദ്യം താൻ ആക്രമിച്ചത് മാതാവ് ഷെമിയായിരുന്നുവെന്ന് അഫാൻ നേരത്തെ തന്നെ മൊഴി നൽകിയതാണ്. തുടർന്ന് ഉമ്മുമ്മ സൽമ ബീബിയുടെ വീട്ടിലെത്തി അവരെ കൊലപ്പെടുത്തി. പിന്നാലെ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് കയറാൻ കതക് തുറക്കാൻ ശ്രമിച്ചപ്പോൾ താക്കോല് കണ്ടില്ല. തുടർന്ന് വീടിനോട് ചേർന്നുള്ള മതിൽ ചാടിക്കടന്നാണ് ഫർസാനയും അഫാനും വീട്ടിലേക്ക് പ്രവേശിച്ചത്. വീട്ടിൽ വെച്ച് തന്നെ കൊലപാതക വിവരങ്ങളെല്ലാം ഫർസാനയോട് പറഞ്ഞു.
ഫർസാന കരഞ്ഞുകൊണ്ടിരിക്കവെയാണ് അഫാൻ അവരെ കൊലപ്പെടുത്തിയത്. തുടർന്ന് കുഴിമന്തി വാങ്ങാനായി സഹോദരനെ കടയിലേക്ക് അയച്ചു. തിരിച്ചു വന്ന സഹോദരനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവനെയും ആക്രമിച്ചു. സഹോദരൻ അഫ്സാൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കെ അഫാന്റെ ബോധം പോയി എന്നാണ് അഫാന്റെ മൊഴി. സാമ്പത്തികമായി സഹായിക്കാത്തതും ഫർസാനയുമായുള്ള ബന്ധത്തെ എതിർത്തതുമായിരുന്നു പിതൃ സഹോദരൻ ലത്തീഫിനോടുള്ള വൈരാഗ്യം വർദ്ധിപ്പിച്ചത്. മാത്രമല്ല, നീ വിവാഹം കഴിഞ്ഞാൽ, അതായത് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നീ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നതടക്കമുള്ള ചോദ്യമൊക്കെ അഫാനെ സംബന്ധിച്ച് വൈരാഗ്യം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടെ വിവാഹവുമായി മുന്നോട്ട് പോകുന്നതിനെ ലത്തീഫ് എതിർക്കുകയും ചെയ്തു. ഇത് പലപ്പോഴായി അഫാനോട് പറഞ്ഞിരുന്നു. ലത്തീഫിനെ കൊലപ്പെടുത്താൻ പോകുമ്പോൾ എതിർക്കുന്നവരെ നേരെ എറിയാൻ അഫാൻ മുളകുപൊടി വാങ്ങി കയ്യിൽ കരുതിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ലത്തീഫിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിക്രൂരമായി എങ്ങനെയാണ് അവരെ കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അഫാൻ വിവരിക്കുകയുണ്ടായി. മാത്രമല്ല, കൊലപാതക ശേഷം അഫാൻ ലത്തീഫിൻ്റെ ഫോണും അതുപോലെ തന്നെ താക്കോലും അടുത്ത പറമ്പിലെ കുഴിയിലേക്ക് എറിയുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ബോംബ് സ്ക്വാഡ് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. നിർണായകമായ തെളിവുകളായി ഇത് മാറിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവ് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് അസിസ്റ്റന്റ് മാനേജർക്കെതിരെയും വളരെ രൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നു. അതായത് ബാങ്ക് മാനേജർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു. പണം ആവശ്യപ്പെട്ട് പണം തിരിച്ചടയ്ക്കേണ്ടതാണ് എന്ന് അറിയാം, എങ്കിൽ പോലും ഒരു സാവകാശം അവർ നൽകിയില്ല എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തലായിരുന്നു ഈ ഒരു അബ്ദുൾ റഹീം നടത്തിയത്. മാത്രമല്ല, ഈ വീട് ജപ്തി ചെയ്യും എന്ന് സൂചിപ്പിക്കുന്ന ഒരു പേപ്പറും ഷെമിയിൽ നിന്നും ഒപ്പിട്ട് വാങ്ങി എന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും അതിക്രൂരമായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം, അതായത് ആദ്യം പ്രതി അഫാൻ ഉമ്മയെ ആക്രമിക്കുന്നു, പണം ചോദിച്ചിട്ട് നൽകാത്തതിൻ്റെ പേരിൽ ഉമ്മയെ ആക്രമിക്കുന്നു. അതിനുശേഷം ഉമ്മ മരിച്ചു എന്ന് കരുതി നേരെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക്, സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അവരോട് മാല ചോദിക്കുന്നു, അവർ മാല നൽകുന്നില്ല, അവരെയും കൊലപ്പെടുത്തുന്നു. ശേഷം ആ മാലയുമായി പോയി പണയം വെച്ച് അത് പൈസ പലർക്കുമായി നൽകുന്നു. അതിനുശേഷം അബ്ദുൾ ലത്തീഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് അബ്ദുൾ ലത്തീഫിനെയും കൊലപ്പെടുത്തുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊലപ്പെടുത്തുന്നു. ശേഷം അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന് തൻ്റെ കാമുകിയെ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷം തൻ്റെ കാമുകി ഫർസാനയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്തായാലും സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം കിളിമാനൂർ പോലീസ് അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനി വെഞ്ഞാറമൂട് പോലീസാണ് അടുത്ത നീക്കം. എന്തായാലും അതിക്രൂരമായ കൊലപാതകത്തിൽ സകലരും നടുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, അഫാന്റെ മാതാവ് ഷെമി വളരെ ക്രൂരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം അവരെ ഡിസ്ചാർജ് ചെയ്യുകയും കെയർ ഹോമിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു. കാരണം പേരുമലയിലെ അതിക്രൂരമായ കൊലപാതകം നടന്ന വീട്ടിലേക്ക് അവർക്ക് പോകാൻ മാനസികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കെയർ ഹോമിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.